പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും അതിനെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ വിപണി അസ്ഥിരതയും തമ്മിൽ അമേരിക്കയുടെ എണ്ണ നയതന്ത്രം വീണ്ടും അന്താരാഷ്ട്ര ചർച്ചകൾ ഇടം പിടിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്ന് കടുത്ത ആരോപണമായി ഇറാൻ രംഗത്തെത്തിയത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരക്ചിയാണ് വാഷിംഗ്ടണിന്റെ നിലപാടിനെ ശക്തമായി വിമർശിച്ചത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ മുമ്പ് കർശന നിലപാട് സ്വീകരിച്ചിരുന്ന അമേരിക്ക ഇപ്പോൾ ഇറാന്റെ എണ്ണ വിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ അതേ റഷ്യ എണ്ണ വാങ്ങാൻ രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയാണെന്ന് അദ്ദേഹത്തിന്റെ ആരോപണം. ആഗോള ഊർജ്ജ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ നയമാറ്റം വ്യക്തമാക്കുന്ന സംഭവമായാണ് ഇറാൻ ഇതിനെ അവതരിപ്പിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ വലിയ അനിശ്ചിതത്വം രൂപപ്പെട്ടു. ഇറാന്റെ എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടതോടെ വിപണിയിൽ വിതരണക്കുറവും വിലവർധനയും ഉണ്ടാകുമെന്ന ആശങ്ക ശക്തമായി. ഇതോടെയാണ് ലോകത്തിലെ പ്രധാന ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് സ്ഥിരമായ എണ്ണ വിതരണം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ പുതിയ നിലപാട് രൂപപ്പെട്ടതെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ഈ മാറ്റം വന്നതാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇതിലൂടെ അമേരിക്കയുടെ നയതന്ത്രത്തിൽ വ്യക്തമായ വൈദഗ്ധ്യമുണ്ടെന്നാണ് ഇറാന്റെ നിലപാട്. അതേസമയം റഷ്യക്കെതിരെ അമേരിക്കയുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇറാനെതിരെ നിയമവിരുദ്ധ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നു എന്ന് യൂറോപ്യൻ രാജ്യങ്ങളെയും അരക്ചി വിമർശിച്ചു. ഈ നിലപാട് ഭയാനീയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എണ്ണവില വർദ്ധിക്കുന്നത് റഷ്യയുടെ വരുമാനം ഉയർത്തുകയാണെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആഗോള രാഷ്ട്രീയവും ഊർജ്ജ നയതന്ത്രവും പരസ്പരം എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് വീണ്ടും തെളിയിക്കുന്ന സംഭവമായി ഈ വിവാദം മാറിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടന്നതോടെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ റഷ്യ എണ്ണയുടെ കാര്യത്തിൽ ഇളവ് പ്രഖ്യാപിച്ചത്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യ എണ്ണ കപ്പലുകൾ വാങ്ങാൻ വിവിധ രാജ്യങ്ങൾക്ക് 30 ദിവസത്തെ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വ്യാഴാഴ്ച പുറത്തിറങ്ങിയിരുന്നു. ഇറാന്റെ ഹോർമൂസസ് കടലൊടുക്ക് അടച്ചുപൂട്ടിയതും യുദ്ധം മൂലം എണ്ണ വിതരണം തടസ്സപ്പെട്ടതും ആഗോള വിപണിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മാർച്ച് 12 മുമ്പ് കപ്പലുകളിൽ കയറ്റിയ റഷ്യ എണ്ണയ്ക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഏപ്രിൽ 11 വരെയാണ് അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന് അനുമതി നൽകിയിരിക്കുന്നത്. വിപണിയെ സ്ഥിരപ്പെടുത്താനാണ് ഈ താൽക്കാലിക നടപടിയെന്ന് റഷ്യയ്ക്ക് ഇതിലൂടെ വലിയ സാമ്പത്തിക നേട്ടമൊന്നുമില്ല എന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസെറ്റ് വ്യക്തമാക്കി. യുദ്ധം രൂക്ഷമാണെങ്കിലും ഇന്ത്യയിലേക്കുള്ള പാതയിലുള്ള 2 LPG കപ്പലുകളെ ഹോർമൂസസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുവദിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ ഇന്ത്യയിലേക്കുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി പറഞ്ഞു. ഇന്ത്യയും ഇറാനും സുഹൃത്തുക്കളായതിനാൽ ഇന്ത്യൻ കപ്പലുകൾക്ക് തടസ്സമുണ്ടാകില്ല എന്നായിരുന്നു ഫത്താലിയുടെ പ്രതികരണം. ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് 2 മുതൽ 3 മണിക്കൂറിനുള്ളിൽ സുരക്ഷാ പാത ഒരുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മേഖലയിൽ വൻ സംഘർഷം നിലനിൽക്കുമ്പോഴും ന്യൂഡൽഹിയിലും തെഹ്റാനും തമ്മിലുള്ള ദീർഘകാലത്തെ സാമ്പത്തിക നയതന്ത്ര ബന്ധം ശക്തമായി തുടരുകയെന്നാണ് ഈ നീക്കം വ്യക്തമാക്കുന്നത്. ആഗോളതലത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം കടക്കുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ സുരക്ഷയിൽ ഇറാന്റെ ഈ നിലപാട് വലിയ ആശ്വാസമാണ്. കൂടാതെ ഇറാൻ പ്രതിസന്ധി ഉക്രൈൻ സമാധാന ചർച്ചകളിൽ അമേരിക്കയുടെ താൽപര്യം കുറയ്ക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് റഷ്യ പറഞ്ഞു. ഇറാൻ പ്രതിസന്ധി ഉക്രൈനിലെ സമാധാനത്തിനും മധ്യസ്ഥ വഹിക്കാനുള്ള അമേരിക്കയുടെ താൽപര്യം കുറയ്ക്കുമെന്നും റഷ്യയ്ക്ക് ഇപ്പോൾ ആശങ്കയില്ല എന്ന് കെർലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അക്രമങ്ങളെയും തുടർന്നുള്ള തെഹ്റാന്റെ പ്രതികരണവും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ രൂക്ഷമാക്കി. ലോകത്തിലെ എണ്ണ വാതക വിതരണത്തിനുള്ള സുപ്രധാന പാതയായ ഹോർമൂസസ് കടലിടുക്ക് വഴിയുള്ള സമുദ്ര വ്യാപാരത്തെ ഈ സംഘർഷം നേരിട്ട് ബാധിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.